നിങ്ങൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഓഫീസർ തസ്തികയിലേക്ക് നമ്മൾ ഏത് കാറ്റഗറി NDA ആയിക്കോട്ടെ, CDS ആയിക്കോട്ടെ, സ്പെഷ്യൽ എൻട്രി ആയിക്കോട്ടെ, BTech എൻട്രി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാം എഴുതിയിട്ട് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവിയിൽ ഓഫീസർ ആവാൻ വേറെ ഒരു നല്ലൊരു വഴിയും കൂടിയുള്ളതാണ്. നിങ്ങൾ ആസ് എ സോൾജറായിട്ട് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം, ഇപ്പോൾ അഗ്നിവീർ ആയിക്കോട്ടെ, അഗ്നിവീർ തസ്തികയിൽ നിന്നും ഓഫീസർ എൻട്രിയിലേക്കുള്ള അനൗൺസ്മെൻറ്റ് ഓൾറെഡി ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ സോൾജറായിട്ട് പോയതിന് ശേഷം, ഇപ്പോൾ അഗ്നിവീർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ പെർമനൻറ്റ് പോസ്റ്റ് ആയിക്കോട്ടെ, അതിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഓഫീസർ എൻട്രി അപ്ലൈ ചെയ്യാനുള്ള നല്ലൊരു 3 അവസരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെയാണ് NDAക്ക് പകരം അവിടെ NDA എന്നുള്ളതിന് ACC എന്ന് പറയും. 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ ഇന്ത്യൻ ഡിഫൻസ്, അതായത് നിങ്ങൾ ആർമിയിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ നിന്നുള്ള പ്രിപ്പറേഷനുള്ള ഓരോ ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെയാണ് 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് ACC, ആർമി കേഡറ്റ് കോർപ്സ്. നമ്മൾ NDA എന്നുള്ള സിവിലിൽ നിന്ന് പറയുകയാണ്, അവിടെ യൂണിഫോമിൽ നിന്ന് നമ്മൾ ACC കാറ്റഗറിയാണ് പറയുന്നത്. ACC എന്നുള്ളത് ആർമി കേഡറ്റ് കോർപ്സ്, അതും പെർമനൻറ്റ് കമ്മീഷനാണ്. ഈ ഒരു പെർമനൻറ്റ് കമ്മീഷൻ എന്നുള്ളത് 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥി, +2 യോഗ്യതയുള്ള 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ 3 തവണ അവിടുന്ന് ACCയുടെ ചാൻസ് ലഭിക്കുന്നതാണ്. സെയിം പ്രൊസീജിയർ ആയിരിക്കും നമ്മുടെ NDA നടക്കുന്നത് പോലെ തന്നെ. NDA പോലെയുള്ള റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും, അതിനുശേഷം SSB എന്നുള്ളതും ആണ്. സെക്കൻഡ് സ്റ്റേജാണ് SCO കമ്മീഷൻ. 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SCO കമ്മീഷൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതും പെർമനൻറ്റ് കമ്മീഷനാണ് SCO കമ്മീഷൻ. ഇതിലും നിങ്ങൾക്ക്, അതായത് ACC അപ്ലിക്കേഷൻ കൊടുത്തു, അതിലും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജാണ് SCO കമ്മീഷൻ. അതും പെർമനൻ്റ് ആയിട്ട് തന്നെ, അതിൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും, SSB ഇൻ്റർവ്യൂ ആയിരിക്കും. അതിന് മുന്നേ നിങ്ങൾ അത് പ്രിപ്പയർ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഇന്ത്യൻ ആർമിയിൽ ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സിലായിക്കോട്ടെ, അവിടെയുള്ള ഓഫീസേഴ്സ് നിങ്ങളുടെ ടെസ്റ്റ് എടുക്കുകയും അതിന് നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റേജിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ നടക്കുന്നത്. മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് SL കമ്മീഷൻ. ഇത് 37 ഇയർ വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് റിട്ടേൺ എക്സാമിനേഷൻ ഇല്ല, അതും ഡയറക്റ്റ് SSB ഇൻ്റർവ്യൂ ആയിരിക്കും. അത് എന്നുള്ളത് ജനറൽ കാറ്റഗറിയിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. റെക്കോർഡ്, അതായത് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ അതിന് പല ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ബാക്കി എന്നുള്ളത് എല്ലാ യൂണിറ്റ് തലങ്ങളിലും ഓരോ റെജിമെൻ്റ് തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ്. ACC കമ്മീഷൻ പെർമനൻറ്റ് കമ്മീഷനാണ്, അതിന് 4 വർഷമാണ് നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് പീരീഡ് എന്നുള്ളത്. ബാക്കി എന്നുള്ള SL കമ്മീഷൻ ആണെങ്കിൽ 10 മാസം മാത്രമേ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് 2 സ്റ്റാർ വെച്ചുകൊണ്ട്, അതായത് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് പല ഉദ്യോഗാർത്ഥികൾക്കും, അതായത് കേരളത്തിലെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 90% ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോർമൽ സോൾജറായിട്ട് അവിടെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യം എക്സാം എഴുതിയിട്ട് നിങ്ങൾ നേവിയിലാണെങ്കിലും അല്ലെങ്കിൽ എയർഫോഴ്സിലായിക്കോട്ടെ, നിങ്ങൾ ട്രേഡ്സ്മാൻ കാറ്റഗറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് +2 യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഇതിൻ്റെ എക്സാം എഴുതിക്കൊണ്ട് അവിടെ ഓഫീസർ ആവാനും നല്ലൊരു ചാൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സിവിലിലാണെങ്കിൽ SSBക്ക് ഒരുപാട് ക്യാഷ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ ട്രെയിനിങ്ങിന് പോകേണ്ടത്. എന്നാൽ ഇന്ത്യൻ ഡിഫൻസ് എന്നുള്ളത് ഇന്ത്യൻ ഡിഫൻസിൻ്റെ കോളേജ് തലങ്ങളിൽ തന്നെ ഇതിൻ്റെ SSB ക്ലാസ്സസും അതുപോലെ തന്നെ ACC റിട്ടേൺ എക്സാമിനേഷൻ്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1-2 വർഷത്തോളം അവരെ സ്പെയർ ആക്കിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഡിഫൻസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ മാസം സാലറിയും ലഭിക്കും, അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹയർ പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്ന ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത്, അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഓർഗനൈസേഷൻ വേറെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഞാൻ പോലും ഇന്ത്യൻ ആർമിയിൽ നിന്ന് 5 തവണ SSB ഫെയിൽഡ് ആയ ഒരു വ്യക്തിയാണ്. കാരണം അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാനുള്ളത്. എങ്കിൽ പോലും ഈ 5 തവണ SSB ഫൈനൽ കോൺഫറൻസിൽ ഔട്ടായിട്ടുള്ളതാണ്. കാരണം ബാംഗ്ലൂർ വെച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഇലഹാബാദ് വെച്ചിലായിക്കോട്ടെ, ഓരോ SSB ബോർഡിലും. കാരണം നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, കാരണം ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആസ് എ എക്സ്പീരിയൻസ്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. എങ്കിൽ മാത്രമേ മറ്റുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് നമുക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക്
നിങ്ങൾക്ക് ഗ്രാജുവേഷൻ എടുക്കാനും ഇഗ്നു ത്രൂ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ക്ലാസ്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിൽ തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ ഹയർ സ്റ്റഡി ചെയ്യിപ്പിട്ട് ഗ്രാജുവേഷൻ വരെ ചെയ്യിപ്പിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ഓഫീസർ തസ്തികയിലേക്ക് NDA, CDS, BTech എൻട്രി, NCC സ്പെഷ്യൽ എൻട്രി ഇതിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികളോടും പറയാനുള്ളത്, നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമൽ സോൾജറായിട്ട് കയറുക. ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികളും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്, ഞാൻ 90%, 99% മാർക്കോടുകൂടി +2 പാസ്സായി അതിന് ശേഷം പിന്നെയും സോൾജറായിട്ട് പോകണമെന്നുള്ളത്. പക്ഷേ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, കാരണം അവിടെ കോമ്പറ്റീഷൻ എന്നുള്ളത് വളരെ സിവിലിനെ അപേക്ഷിച്ചിട്ട് ഒരു 90% കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ഇവിടെ ലക്ഷത്തോളം, ഏകദേശം 5-10 ലക്ഷത്തോളം ആൾക്കാരാണ് സിവിൽ ത്രൂ ND ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ 10% ആൾക്കാർ മാത്രമേ നിങ്ങൾക്ക് ACC അല്ലെങ്കിൽ SEO, SL കമ്മീഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു പ്രിപ്പറേഷൻ അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ സപ്പോർട്ട് എന്നുള്ളത് ഡിഫൻസ് നിങ്ങളുടെ പിറകെ തന്നെ കൂടിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എല്ലാ മാസം നിങ്ങൾക്ക് സാലറി, ഓരോ ബെനിഫിറ്റും ലീവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് പുറമെയായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങളെ ഈ ഒരു ഹയർ പോസ്റ്റിലേക്ക് അവർ പുഷ് ചെയ്യുന്നതും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഒരു ആവശ്യകതയുമില്ല. നിങ്ങൾ ഇനിയും ഡിഫൻസിലേക്ക് ഓഫീസർ എന്നുള്ള സ്വപ്നം കണ്ടുറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ കേരളത്തിലെ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പല കാറ്റഗറിയിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സോൾജറായിട്ട് പോകാൻ കോൾ ലെറ്റർ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ട്രിവാൻഡ്രം എയറോൻ്റെ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്, കാലിക്കറ്റ് എയറോയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി ഏതൊരു കാറ്റഗറിയിൽ ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എക്സാം എഴുതുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഭാവിയിലേക്ക്, നല്ലൊരു ഹയർ പോസ്റ്റിലേക്ക്, നല്ല ഓഫീസർ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.